എല്ലാവർക്കും നമസ്കാരം. ഞാൻ കുറച്ച് സമയം മുമ്പ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പ്രസ് വാർത്തയും സമരം അതിനെക്കുറിച്ച് ഞാൻ വായിച്ചു, കേട്ടു, കണ്ടു. അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതുകൊണ്ടാണ് ഈ പ്രസ് കോൺഫറൻസ് ഞങ്ങൾ വിളിച്ചത്. ആദ്യമായി നമ്മളെല്ലാവരും കൃത്യമായി മനസ്സിലാക്കേണ്ടത് 10 കൊല്ലം ഭരിച്ചതാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സർക്കാർ. ഈ എലക്ഷന്റെ കുറച്ച് ദിവസം മുമ്പ് ഒരു സർക്കാർ 10 കൊല്ലം ജനങ്ങൾ അവസരം തന്ന് ഭരിച്ച സർക്കാർ എന്താണ് ചെയ്യേണ്ടത്? കഴിഞ്ഞ 10 കൊല്ലം ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്തു, നാടിനെ നന്നാക്കി, ജനങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസം കൊണ്ടുവന്നു, നിങ്ങൾ തന്ന അവസരങ്ങൾ, ഞങ്ങൾ തന്ന വാഗ്ദാനങ്ങൾ ഞങ്ങൾ പാലിച്ചു, അതിൻ്റെ ഒരു റിപ്പോർട്ട് കാർഡാണ് ചെയ്യേണ്ടത്. ഇതാണ് ഒരു മര്യാദ. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾ അവസരം കൊടുത്ത് വിശ്വസിച്ച് ഒരു അവസരം തരുമ്പോൾ 10 കൊല്ലം കഴിഞ്ഞിട്ട് ഒരു മുഖ്യമന്ത്രി ചെയ്യേണ്ടത് എന്താണ്? ഇതാണ് ചെയ്യേണ്ടത്. പക്ഷേ ഈ CPM സർക്കാരിൻ്റെ ഒരു രാഷ്ട്രീയ തന്ത്രം എന്ന് പറഞ്ഞാൽ ജനങ്ങളെ ശ്രദ്ധ തിരിക്കാനും ജനങ്ങളുടെ സാമാന്യ ബുദ്ധി ചാലഞ്ച് ചെയ്യുന്ന ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് അവർ ചെയ്യേണ്ട അവരുടെ കടമ ഇന്ന് ശ്രദ്ധ തിരിക്കാൻ അവരൊരു പണ്ടുകാലത്തിൻ്റെ ഒരു ശ്രമമാണ് ഇന്നും അദ്ദേഹം ചെയ്യാൻ ശ്രമിക്കുന്നു. ഇന്നത്തെ പ്രസ് വാർത്തയിൽ മുഖ്യമന്ത്രി പറയുന്നത് എന്താണ്? അതൊരു അഡ്മിഷനാണ്, ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല, അതിൻ്റെ കാരണം സെൻട്രൽ ഗവൺമെൻറ് ഞങ്ങൾക്ക് കാശ് തന്നില്ല. ഇതാണ് അദ്ദേഹം പറയുന്ന ഒരു സമ്മറി. 10 കൊല്ലം ഭരിച്ചു, 10 കൊല്ലത്തിൽ ഇത് ഒരു ഇഷ്യൂ ആയിരുന്നില്ല. പക്ഷേ ലോക്കൽ ബോഡി ഇലക്ഷൻ്റെ പരാജയം കഴിഞ്ഞിട്ടും ഇനി അസംബ്ലി ഇലക്ഷൻ വരുന്ന മുമ്പ് ഇതൊരു പെട്ടെന്നൊരു ഇഷ്യൂ. ഇതിൻ്റെ സത്യം എന്താണെന്ന് ഞങ്ങൾ മുമ്പോട്ട് തെളിവ് വയ്ക്കാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ ഒപ്പം ഞാൻ 4 ദിവസം മുമ്പ് ഞങ്ങളുടെ ക്യാമ്പയിനെ കുറിച്ച്, ഞങ്ങളുടെ ക്യാമ്പയിൻ്റെ 3 തീം, വികസിത കേരളം, സുരക്ഷിത കേരളം, വിശ്വാസ സംരക്ഷണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അന്ന് പറഞ്ഞ ഒരു ഇൻവിറ്റേഷൻ ഇന്ന് ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് നൽകുന്നു. എന്താണ്? ഇതിനെക്കുറിച്ചെല്ലാം ചർച്ച ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. ഇനി 90 ദിവസമുണ്ട്. വെറുതെ എന്തെങ്കിലും പറഞ്ഞ് നുണകൊട്ടാരം ഉണ്ടാക്കി ഓടിപ്പോവല്ല. ഇക്കോണമിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. മാധ്യമ സുഹൃത്തോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു, നിങ്ങൾ ഇതിനെക്കുറിച്ച് അവരോട് ചോദിക്കുക, അദ്ദേഹത്തോട് ചോദിക്കുക. ഒരു ഡിബേറ്റ് നടപ്പിലാക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഒന്ന്. രണ്ടാമത്തെ, എന്താണ് സത്യം? CPM-ഉം കോൺഗ്രസും ഭരിക്കുന്ന UPA സർക്കാർ, ഇത് CPM-ന്റെ പിന്തുണയോണ്ട് ഭരിച്ച കോൺഗ്രസ് സർക്കാരായിരുന്നു UPA 2004 മുതൽ 2014 വരെ. അവർ കേരളത്തിന് കൊടുത്ത കാശാണ് 72,000 കോടി. ഇതാണ് ഫാക്ട്. 2014 ജനങ്ങൾ തീരുമാനിച്ചു, ഇനി കോൺഗ്രസ് ഈ നാട്ടിൽ വേണ്ട, രാജ്യത്തിൽ വേണ്ട, നരേന്ദ്രമോദിജിന്റെ സർക്കാർ വരണം. കഴിഞ്ഞ 10 കൊല്ലം നരേന്ദ്രമോദിജി കേരളത്തിന് വേണ്ടി എത്ര കാശ് കൊടുത്തു? 3,32,000 കോടി. ഇതാണ് സത്യം. അപ്പോൾ UPA ഭരിക്കുമ്പോൾ പിണറായി വിജയൻജി ഒരു സമരവും ചെയ്തില്ലല്ലോ. എന്തുകൊണ്ട്? ഇത് 4 ഇരട്ടി കാശ് നരേന്ദ്രമോദിജി, 4.5 ഇരട്ടി കാശ് നരേന്ദ്രമോദിജി കേരളത്തിൽ തന്നപ്പോൾ പിന്നെ എന്തിനാണ് കാശ് കിട്ടുന്നതെന്ന് പറഞ്ഞു. രണ്ടാമത്തെ ഫാക്ട്, പിണറായി വിജയൻജി മുഖ്യമന്ത്രി ആവുന്ന ദിവസം 2016 കേരള സംസ്ഥാനത്തിന്റെ കടം 1.4 ലക്ഷം കോടിയായിരുന്നു. ഇന്ന് 10 കൊല്ലം കഴിഞ്ഞിട്ട്
നാടിൻ്റെ കടം 5 ലക്ഷം കോടിയായി. കടം 3 ഇരട്ടി, GSTP 2 ഇരട്ടി. അപ്പോ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ തന്ന 3.5 ലക്ഷം കോടി, കടം 4 ലക്ഷം. കഴിഞ്ഞ 10 കൊല്ലം പിണറായി വിജയൻജിന്റെ സർക്കാരിന് കിട്ടിയ കാശ് 7 ലക്ഷം കോടിയാണ്. 10 കൊല്ലം 7 ലക്ഷം കോടി. എന്നിട്ട് അതിന് ഫലം എന്താണ്? 7 ലക്ഷം കോടി ചെലവാക്കിയ സംസ്ഥാന സർക്കാർ തന്ന ഫലമാണ് നാടിലെ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ. രാജ്യത്തിൽ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മയാണ് കേരളത്തിൽ. 30% തൊഴിലില്ലായ്മ, അൺഎംപ്ലോയ്മെന്റ്. രാജ്യത്തിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലേഷൻ, വിലക്കയറ്റം. അപ്പോൾ 7 ലക്ഷം കോടി ചെലവാക്കി. അതും 7 ലക്ഷം കോടി എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് റെസീറ്റ് അത് ഞാൻ ചേർത്തിട്ടില്ല. ഗവൺമെന്റ് റെസീറ്റ് ചേർത്താൽ അത് 10 ലക്ഷം കോടി. 10 കൊല്ലത്തിൽ 10 ലക്ഷത്തിന് കൂടുതൽ കോടി ചെലവാക്കിയ സർക്കാരാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സർക്കാർ. എന്നിട്ട് ഇന്ന് പറയുന്നു 12,000 കോടി കിട്ടിയിട്ടില്ല, ഈ 4 കാശ് കിട്ടിയിട്ടില്ല. അതിനും ഒരു ഉത്തരവുണ്ട്. 16,000 കോടി സെൻട്രൽ ഗവൺമെന്റിന്റെ സ്കീം നടപ്പിലാക്കാൻ സ്റ്റേറ്റ് ഗവൺമെന്റ് ചവിട്ടി വെച്ചിരിക്കുക. കേരള ലോസ്റ്റ് ഓവർ 16,000 crores ഡ്യൂ ടു നോൺ ഇംപ്ലിമെന്റേഷൻ ഓഫ് സെൻട്രൽ സ്കീംസ്. ഇതൊരു ഫാക്റ്റാണ്, CAG പറഞ്ഞ കാര്യമാണ്. അപ്പോൾ 10 ലക്ഷം കോടി ചെലവാക്കി ജനങ്ങൾക്ക് കൊടുത്തത് എന്താണ്? കിട്ടിയത് എന്താണ്? ഇന്നും 54 ലക്ഷം വീട്ടിൽ കുടിവെള്ളമില്ല. 6,000 കോടി കോൺട്രാക്ടേഴ്സിന് കൊടുക്കാൻ ഇന്നും സർക്കാരിനടുത്ത് കാശില്ല. 5.5 ലക്ഷം ജനങ്ങൾക്ക് വീടില്ല. 45,000 പേര് ഇന്നും കോളനിയിൽ ജീവിക്കുന്നു. അങ്ങനെ എത്രയോ കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ ഈ നുണയിന്റെ കൊട്ടാരം സൃഷ്ടിക്കുമ്പോൾ അദ്ദേഹത്തോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ഒരു കാര്യം മാത്രം. തെളിവുകൊണ്ട്, വസ്തുതയോണ്ട് ഞങ്ങൾ നിങ്ങളുടെ നുണ കൊട്ടാരം പൊളിക്കും. 10 കൊല്ലം മുമ്പേ നിങ്ങൾക്ക് ജനങ്ങൾ നിങ്ങളുടെ വാഗ്ദാനങ്ങൾ ജനങ്ങൾ വിശ്വസിച്ച് ഒരു അവസരം തന്നു, 2 അവസരം തന്നു. ഇനി ദയവ് ചെയ്ത് കേരള ജനങ്ങളുടെ സാമാന്യ ബുദ്ധി നിങ്ങൾ ചാലഞ്ച് ചെയ്യരുത്, ചോദിക്കരുത്. അവരെ വിഡ്ഢിയാക്കുന്ന നിങ്ങളുടെ ശ്രമം നിർത്തണം. ഇതിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾ ഇതിനെക്കുറിച്ച് 6 മാസം മുമ്പ് പറഞ്ഞ കാര്യമാണ്. കഴിഞ്ഞ 10 കൊല്ലം കേരള വീണ പതിറ്റാണ്ടായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. കേരളത്തിനെ നശിപ്പിച്ച ഒരു ദശകമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അത് ഇപ്പോൾ കൃത്യമായി വസ്തുതയും ഡേറ്റയും തെളിവുകൊണ്ട് ഞങ്ങൾ പുറത്ത് വന്നല്ലോ. ഇതെല്ലാം പുറത്ത് വരുന്നുണ്ടല്ലോ. അതുകൊണ്ടല്ലേ ഈ നാടകം. അപ്പോൾ ഈ നുണ കൊട്ടാരം തകർന്നു പോകുമ്പോൾ ഞാൻ ഒരു ഡയലോഗ് മുഖ്യമന്ത്രി 2015 പറഞ്ഞ ഡയലോഗാണ്. അദ്ദേഹം അന്ന് കോൺഗ്രസ് ചീഫ് മിനിസ്റ്ററോട് പറഞ്ഞ ഡയലോഗാണ്. നിങ്ങൾക്ക് മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കാൻ അർഹതയില്ല. ശകല ഉളുപ്പുണ്ടെങ്കിൽ രാജിവെക്കണം. ഇത് രണ്ടും എൻ്റെ ഡയലോഗല്ല, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഡയലോഗാണ്. നന്ദി.
2025-26 സാമ്പത്തിക വർഷം ഏകദേശം 73,000 കോടി രൂപയാണ് കേന്ദ്രീകൃതമായി നമുക്ക് കിട്ടേണ്ടത്. നിലവിലത് ഏകദേശം 34,000 എന്നുള്ള കണക്കിലേ ഉള്ളൂ. അപ്പോൾ കേന്ദ്രത്തിൽ ലഭിക്കേണ്ട യാഥാർത്ഥ്യം തന്നെ. ഇല്ല, ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു ഹാഫ് ഫാക്ട് പറഞ്ഞാൽ അതൊരു പുതിയ ഒരു ഫുൾ സത്യമാവില്ല. കേന്ദ്ര സർക്കാർ 9 കൊല്ലം ഞാൻ പറഞ്ഞ കാശ് പറഞ്ഞല്ലോ, അതിലാർക്കും ഒരു ഡിസ്പ്യൂട്ട് ഇല്ലല്ലോ. പക്ഷേ കേന്ദ്ര സർക്കാർ ഫൈനാൻസ് മിനിസ്റ്ററും പറഞ്ഞിട്ടുണ്ട്, ഒരു രീതിയുണ്ട്, നിങ്ങൾ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് അയക്കണം, ഓഡിറ്റ് ചെയ്യണം. ഞാൻ ഇതിനെക്കുറിച്ച് ആദ്യം പറഞ്ഞ ഒരു കാര്യമാണ്, ഇന്നും ഇവിടെ സപ്ലൈകോന്റെ ഓഡിറ്റ് 5 കൊല്ലമായിട്ട് നടന്നിട്ടില്ല. ഓഡിറ്റ് ചെയ്യില്ല, കാശ് ചെലവാക്കേണ്ട കാശ് എവിടെ ചെലവാക്കി എന്ന് പറയാൻ ഡേറ്റ കൊടുക്കില്ല, യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കില്ല. പിന്നെ അത് അവിടെ എന്താ ഒരു സഖാമാരുടെ ബാങ്കാണോ സെൻട്രൽ ഗവൺമെന്റ്? അവിടെ ഒരു രീതിയുണ്ട്, ഒരു മെത്തേഡ് ഉണ്ട്. ആ പ്രോസസ്സ് ഫോളോ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. എന്തുകൊണ്ട് കഴിയുന്നില്ല? കാരണം ആ കാശ് നിങ്ങൾ ഡൈവേർട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് സത്യം. അപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് ഈ പ്രസ് കോൺഫറൻസ് വഴി ഒരു ചർച്ചയല്ല. ഞാൻ ഇന്നൊരു ഡയറക്റ്റ് ചാലഞ്ച്, ഒരു വെല്ലുവിളി മുഖ്യമന്ത്രിയോട്, നിങ്ങൾ ഡിബേറ്റ് ചെയ്യൂ. എല്ലാ ഫാക്ട് നിങ്ങളുടെ അടുത്തുള്ള കയ്യിലുള്ള എല്ലാ ഫാക്റ്റും കൊണ്ടുവന്ന് എൻ്റെ ഒപ്പം ഒരു ഡിബേറ്റ് ചെയ്യാൻ ഞാൻ ഒരു ചാലഞ്ച് ആയിരുന്നു. മാധ്യമ സുഹൃത്തുക്കളെ ഇൻവൈറ്റ് ചെയ്യൂ. നിങ്ങൾ ലൈവ് ആയിട്ടൊരു ഡിബേറ്റ് നടത്താൻ ഞങ്ങൾ തയ്യാറാണ്. സത്യം ആര് പറയുന്നു, ഈ നുണയുകൊണ്ട് ജനങ്ങളെ ശ്രദ്ധ തിരിക്കാനും ജനങ്ങളുടെ സാമാന്യ ബുദ്ധി ചാലഞ്ച് ചെയ്യുന്ന രാഷ്ട്രീയം ആര് ചെയ്യുന്നു എന്ന് കൃത്യമായി അതിൻ്റെ വ്യക്തത ജനങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇത് ഒരു പകുതി ഫാക്ട് കൊണ്ട് ഒരു നറേറ്റീവ് സൃഷ്ടിക്കാൻ ശ്രമിക്കരുത് എന്നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. മറ്റൊന്ന്, ഈ കടമെടുപ്പ് കഴിഞ്ഞ സ്ഥാനമന്ത്രി വാർത്താ സമരത്തിന് കാരണമായിട്ട് പറയുന്നത് ഒറ്റയടിക്ക് അവസാനത്തെ 3 മാസം എടുക്കാവുന്ന കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചു. ഈ വർഷം തന്നെ 17,000 കോടിയുടെ കടമെടുപ്പ് പരിധിയാണ് കടമെടുപ്പിന്റെ തുക വെട്ടിക്കുറച്ചു. അപ്പൊ ഈ സഹായത്തിനപ്പുറത്തേക്ക് സ്റ്റേറ്റിന് കടമെടുക്കാവുന്ന തുകയും വെട്ടിക്കുറയ്ക്കുന്നതിനുള്ള പരാതിയാണ് സ്റ്റേറ്റ് ഗവൺമെന്റിനുള്ളത്. അല്ല, അതല്ല ഞാൻ പറഞ്ഞത്. ഇതൊരു പരാതിയായിട്ട് അദ്ദേഹം പറയുന്നത്. പക്ഷെ സത്യം എന്താണ്, ഇങ്ങനെ ഒരു കടമെടുക്കുന്ന ഒരു സംസ്ഥാനം ഈ ഇന്ത്യയിൽ ഇല്ല. കർണാടക പോലെ ഒരു ഇക്കോണമി 8 ലക്ഷം കോടിയാണ് അവിടെ കടം. കേരള പിണറായി വിജയൻജി മുഖ്യമന്ത്രി ആവുമ്പോൾ 1.4 lakh crores ആയിരുന്നു ടോട്ടൽ കടം. ഇന്ന് അത് 5 ലക്ഷം കോടിയാവുന്നു. അപ്പൊ കടം 92% ഇന്ന് കേരളത്തിന്റെ ബഡ്ജറ്റ് പോകുന്നത് എന്തിനാണ്? ഡെറ്റ് സർവീസും ഇൻട്രസ്റ്റും. 8% മാത്രമേ ഉള്ളൂ ഡെവലപ്മെന്റിനും വികസനത്തിനും, ആശുപത്രി ഉണ്ടാക്കാനും, ആരോഗ്യ മേഖലയ്ക്കും, വിദ്യാഭ്യാസം. പിന്നെ ഇനി കടം എടുത്താൽ ആരുടെ തലയിലാണ് ഈ കടം പോകുന്നത്? വരാൻ പോകുന്ന തലമുറയുടെ തലയിലല്ലേ? 100% പിന്നെ ഡെറ്റ് സർവീസിനാണോ ബഡ്ജറ്റ് നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടത്? വികസനം വേണ്ടേ? ആരോഗ്യ മേഖലയിൽ തകർന്നു കിടക്കുന്ന ആരോഗ്യ മേഖലയിൽ ആശുപത്രിയും മരുന്നെല്ലാം നമുക്ക് അതിന് കാശ് വേണ്ടേ? വിദ്യാഭ്യാസ മേഖലയിൽ പിന്നെ എഡ്യൂക്കേഷൻ മന്ത്രി തന്നെ പറഞ്ഞു, ശിക്ഷാ മന്ത്രി തന്നെ പറഞ്ഞു 75% സ്കൂൾ അൺസേഫ് ആണെന്ന്. അതിന് ചെലവ് ചെയ്യാൻ കാശ് വേണ്ടേ? അപ്പോൾ 3 ഇരട്ടി കടം വാങ്ങുമ്പോൾ ഇനിയും കടം വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ്. ഞാൻ പറഞ്ഞ പോലെ ഇത് കഴിവില്ലായ്മേന്റെ ഒരു ലിമിറ്റാണ്, ഇൻകോമ്പറ്റൻസിന്റെ ഒരു ഹൈ ലിമിറ്റാണ്. ഇത് പറയാൻ എനിക്ക് ഒരു മടിയില്ല. 92% ആണ് ഇന്ന് സർക്കാർ സ്പെൻഡ് ചെയ്യുന്നത് ഫിക്സ്ഡ് എക്സ്പെൻസസ്. 8% മാത്രമാണ് ഡെവലപ്മെന്റിന് വേണ്ടി. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ 95% ഈ നാട്ടിന്റെ വികസനത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആണ്. ആ മാറ്റം കൊണ്ടുവരണ്ടേ? അതിനെക്കുറിച്ച് ചർച്ച നടക്കണ്ടേ? അടുത്ത 90 ദിവസം ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇതിനെക്കുറിച്ചൊരു ചർച്ച, ഒരു ഓപ്പൺ ചർച്ച. ഞങ്ങൾ ശരിയായിട്ട് പറഞ്ഞില്ലെങ്കിൽ അത് കൃത്യമായി ജനങ്ങൾ തീരുമാനിക്കട്ടെ. പക്ഷേ ഒരു ചർച്ച നടക്കണം.
ഇത് പുതിയ തലമുറയും വരാൻ പോകുന്ന കുട്ടികളെ ബാധിക്കുന്ന ഒരു വലിയൊരു കാര്യമാണ്. നമ്മളുടെ ഇക്കോണമി എങ്ങോട്ട് പോകുന്നു? 10 കൊല്ലം ഭരിച്ച CPM എവിടുന്ന് തുടങ്ങി എവിടെ കൊണ്ടുവച്ചു നമ്മളെ ഇക്കോണമിന്? അത് ഒരു ചർച്ച നടക്കണം എന്നാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം. ശരി, ഓക്കെ, താങ്ക് യു. അല്ല, നോക്കൂ, ഈ രാഹുൽ മാൻകൂട്ടത്തിനെ കുറിച്ച് ഞങ്ങളെല്ലാം ആദ്യം പറഞ്ഞ കാര്യങ്ങൾ ഇന്നും പറയുന്നു. ഇത് CPM-ഉം കോൺഗ്രസിന്റെ ഒരു അന്ധധാരയാണ്. എങ്ങനെയെങ്കിലും ആ രാഹുൽ മാൻകൂട്ടത്തിനെ ഒരു വശത്ത് സംരക്ഷിക്കുക, മറ്റേ വശത്ത് ഇതിന് ഈ ഒരു ന്യൂസ് ഐറ്റമിനെ എടുത്ത് ജനങ്ങൾ ശ്രദ്ധ തിരിക്കുക. ഇത് എന്തിനാണ് ഇന്നലെ അറസ്റ്റ് ചെയ്തത്? ഇത് 4 മാസം മുമ്പ് ചെയ്യേണ്ട കാര്യമല്ലേ? എന്തിനാണ് FIR ഫയൽ ഇത്ര ലേറ്റ് ആയിട്ട് ചെയ്തത്? ലോക്കൽ ബോഡി ഇലക്ഷന്റെ 4 ദിവസം മുമ്പ്. ഇതെല്ലാം ഞാൻ ഏറെ ബഹുമാനത്തോട് പറയണേ, ഇതുവരെ നടക്കുന്ന രാഷ്ട്രീയത്തിൽ ജനങ്ങളെ വെടിയാക്കാനും ജനങ്ങളെ ശ്രദ്ധ തിരിക്കാനും ജനങ്ങളുടെ സാമാന്യ ബുദ്ധി ചാലഞ്ച് ചെയ്യുന്ന രാഷ്ട്രീയമാണ് ഇവർ ചെയ്യുന്നത്. രാഹുൽ മാൻകൂട്ടം 4 മാസം 5 മാസം മുമ്പേ FIR ഫയൽ ചെയ്ത് അറസ്റ്റ് ചെയ്യേണ്ട ആളായിരുന്നു. കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് എക്സ്പെൽ ചെയ്യേണ്ട വ്യക്തിയായിരുന്നു. എന്നിട്ട് ഒന്നും ചെയ്തില്ല. ഇവര് CPM-ഉം കോൺഗ്രസും ഇത് ഉപയോഗിച്ച് ചില പൊളിറ്റിക്കൽ പോയിന്റ്സ് സ്കോർ ചെയ്യാൻ നോക്കുന്നു, ജനങ്ങളെ ശ്രദ്ധ തിരിക്കാൻ നോക്കുന്നു. ഞാൻ അത് ആദ്യം മുതൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യമാണ്. ഇന്നും അതന്നെ റിപ്പീറ്റ് ചെയ്യുന്നു. Thank you.